ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെ വീട്ടിൽ തൈര് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഈ ഒരു ഫേഷ്യൽ ഒന്ന് ചെയ്ത് നോക്കുക. ഒരു അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ഇതിൽ തയ്യാറാക്കുന്നുണ്ട്. ഈ ഒരു ഫേസ് പാക്കിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പുറത്ത് പോയിട്ട് വെയിലേറ്റിട്ട് വന്ന മുഖത്തുള്ള ആ കരുവാളിപ്പുണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണിത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം 2 ഇരട്ടി നിറം കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂണോളം തൈര് എടുക്കുക. നല്ല കട്ട തൈരായിരിക്കും. അപ്പോൾ പുളിപ്പില്ലാത്ത തൈര് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അത് ഒന്നൊന്ന് ഉടച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലേക്ക് ഒന്ന് ക്ലെൻസ് ചെയ്യുക. ക്ലെൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു 2 മിനിറ്റ് ഈ ഒരു തൈര് ഉപയോഗിച്ചിട്ട് ഫേസിനൊരു മസാജ് കൊടുക്കുക. ഫേസിന് മസാജ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഇപ്പം സർക്കുലാർ മോഷനിൽ വേണം മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് സാഗ് ചെയ്യും, അതായത് തൂങ്ങിപ്പോവും. അപ്പോൾ നമ്മുടെ ചെറുപ്പം നിലനിർത്താനും സ്കിന്ന് നല്ല ഗ്ലോ വരാനും എല്ലാം സഹായിക്കണമെങ്കിൽ നമ്മുടെ മസാജിങ് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ സർക്കുലാർ മോഷനിൽ മസാജ് ചെയ്തിട്ട് വേണം, 2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് വേണം നമ്മൾ ക്ലെൻസ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു ടിഷ്യൂ പേപ്പറോ ഒരു നനഞ്ഞ തുണിയോ ഉപയോഗിച്ചിട്ട് സോഫ്റ്റായിട്ട് നമുക്കതൊന്ന് ഫേസ് കംപ്ലീറ്റ് ഒന്ന് തുടച്ചെടുക്കാം. ആ സമയത്ത് തന്നെ നമ്മുടെ ഫേസിലുള്ള ആ ഒരു അഴുക്കെല്ലാം മാറി നല്ലൊരു ഗ്ലോ ഫേസിലേക്ക് വരും കേട്ടോ. അതിനാണ് നമ്മൾ ക്ലെൻസിങ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ സോഫ്റ്റായിട്ട് തന്നെ തുടച്ചു കൊടുക്കുക. നല്ലൊരു ഗ്ലോ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടും ഈ തൈര് ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ. ഇനി അടുത്തത് നമ്മുടെ ഗ്ലോ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ടാന് മാറാൻ വേണ്ടിയിട്ടല്ല ഉപയോഗിക്കേണ്ടത്, 1 ടീസ്പൂണോളം മുൾട്ടാനി മിട്ടി എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പ് റേറ്റിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ, മെഡിക്കൽ ഷോപ്പിൽ, അതുപോലെ തന്നെ ആയുർവേദിക് ഷോപ്പിൽ, അങ്ങാടിക്കടകളിലുണ്ടല്ലോ, അവിടെയെല്ലാം സുലഭമായി കിട്ടുന്ന ഒരു സാധനമാണ് മുൾട്ടാനി മിട്ടി. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം തന്നെ തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. 1/4 ടീസ്പൂണ് കസ്തൂരി മഞ്ഞൾ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി. അല്ലാണ്ട് നിങ്ങൾ ഈ കറികളിലെല്ലാം വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു മഞ്ഞൾപ്പൊടി, അതായത് കമ്പനി മഞ്ഞൾപ്പൊടി, പ്രിസർവേറ്റീവ്സ് ഉള്ള മഞ്ഞൾപ്പൊടി മുഖത്തേക്ക് ഒരിക്കലും ഫേസ് പാക്കുകളിലേക്ക് യൂസ് ചെയ്യരുത്. ഒന്നെങ്കിൽ നിങ്ങളെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ വാങ്ങാൻ കിട്ടും, അതെടുക്കുക. കസ്തൂരി മഞ്ഞളാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഈ മുൾത്താനി മിട്ടി എന്ന് പറയുന്നതുണ്ടല്ലോ, ഓയിലി സ്കിന്നുള്ളവർക്ക് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു സാധനമാണ്. അവരെ ഓയിൽ കൺട്രോൾ ചെയ്യാനും മുഖം നല്ലൊരു ഗ്ലോ വരാനും സഹായിക്കുന്ന ഒരു സാധനമാണ് മുൾത്താനി മിട്ടി ഓയിലി സ്കിന്നുകാർക്ക്. ബാക്കി എല്ലാ സ്കിന്നുകാർക്കും സ്കിൻ വൈറ്റനിങ്ങിനെല്ലാം സഹായിക്കുന്ന ഒരു സാധനമാണ് മുൾത്താനി മിട്ടി. ഈ സ്കിൻ കെയർ ചെയ്യുന്നവരാണെങ്കിൽ ഒരു മുൾത്താനി മിട്ടി പാക്ക് നിങ്ങൾ വീട്ടിൽ വാങ്ങി വെക്കുന്നത് നന്നായിരിക്കും. മുഖം നല്ല നിറം വെക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണത്. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് തന്നെ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇനി അത്രയും സമയം ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 25 മിനിറ്റ് നിങ്ങൾ ഫേസിലേക്ക് വെക്കുക. അതിനുശേഷം കഴുകിക്കളയാം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ഞെട്ടിക്കുന്ന റിസൾട്ട് മുഖത്ത് കാണാൻ വേണ്ടി പറ്റും. അതായത് നമ്മുടെ മുഖം ഒരു ഗ്ലോ വരും, ഭയങ്കരമായിട്ടുള്ളൊരു തിളക്കം നിങ്ങളെ മുഖത്തിനുണ്ടാവും. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഡെയിലി ചെയ്യണമെങ്കിൽ ഡെയിലി ചെയ്യാം. അല്ല അതിന് സമയമില്ലാത്തവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഫേസ് പാക്ക് ചെയ്യാമെന്നാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു കിട്ടില്ല റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണിത്. പിന്നെ ഏതൊരു ഫേസ് പാക്കും നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതാണ് അതിൻ്റെ ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങളത് ചെയ്യുന്ന സമയത്ത് കഴിയുന്നതും നിങ്ങൾ പുറത്തൊന്നും ഇറങ്ങാത്ത, അതായത് വെയിലത്തൊന്നും പോവാത്ത, പുറത്തൊന്നും പോകാണ്ട് നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയമുണ്ടല്ലോ, അന്ന് നിങ്ങൾക്ക് പുറത്തേ പോകണ്ട എന്നുള്ള ഒരു സമയത്ത് നിങ്ങൾ ചെയ്യുക. അതായത് ഈവനിങ് ടൈമാണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഏത് ഫേസ് പാക്കും ഒരേ സമയം നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു ഫേസ് പാക്ക് ഇട്ടിട്ട് വെയിലത്തിറങ്ങാണ്ട് നിൽക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.